الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വസ്തുക്കൾക്ക്, സൃഷ്ടികളിൽ ചിലതിൻ്റെ മേൽ ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റ് ചില ദിവസങ്ങളേക്കാൾ, ചില മാസങ്ങൾക്ക് വേറെ മാസങ്ങളേക്കാൾ, ചില വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളേക്കാൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചില സ്ഥലങ്ങൾക്ക് വേറെ ചില സ്ഥലങ്ങളേക്കാൾ ഇങ്ങനെ ശ്രേഷ്ഠത കൽപ്പിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്ന, ധാരാളം പ്രത്യേകതകൾ നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. അല്ലയോ സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ഉളരിയാകണം, വേഗത കാണിക്കണം. വദറുൽ ബൈഅ, നിങ്ങളുടെ മറ്റുള്ള ക്രയവിക്രയങ്ങൾ, കച്ചവടവും മറ്റു കാര്യങ്ങളെല്ലാം വിട്ടുകളയണം, ഉപേക്ഷിക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്. വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, ജുമുഅ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഉടനെ പള്ളിയിൽ വരിക എന്നുള്ളത് നിർബന്ധ കാര്യമാണ്. രണ്ടാമത്തെ ബാങ്ക്, അതായത് ഇമാം ഖുത്ബ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് തൊട്ടു മുന്നേ ഉള്ളതായ ബാങ്ക്, ഈ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ നടത്തുന്ന ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, കൊടുക്കലുകൾ, വാങ്ങലുകൾ നിഷിദ്ധമാണെന്നാണ്. അത് സ്വഹീഹാവുക വരെയുമില്ല. ഒരു കച്ചവടം നടത്തിയാൽ കച്ചവടം തന്നെ സ്വഹീഹല്ല. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് ഖുർആനിൽ യാതൊരു രീതിയിലുമുള്ള സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വിശദീകരിക്കപ്പെട്ട ഒരു വിഷയമാണെങ്കിലും ധാരാളം മുഅ്മിനീങ്ങൾ ഈ വിഷയത്തിൽ അലസരാണ്.
അവർ ഈ വിഷയത്തെ സംബന്ധിച്ച് ബോധവാന്മാരല്ല. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് പ്രകാരമാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത്, മനിഗ്തസല, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കുളിക്കുകയും സുമ്മ അത്തൽ ജുമുഅ, എന്നിട്ട് ജുമുഅക്ക് വേണ്ടി വരികയും ചെയ്താൽ, ഫസല്ല മാ ഖുദ്ദിറ ലഹ, എന്നിട്ട് അവന് കണക്കാക്കപ്പെട്ട നമസ്കാരത്തെ നമസ്കരിച്ചു. വെള്ളിയാഴ്ച ദിവസം സൂര്യൻ മധ്യാഹ്നത്തിലെത്തുമ്പോൾ നമസ്കാരം നിഷിദ്ധമല്ല എന്നാണ്. മറ്റുള്ള ദിവസങ്ങളിൽ സൂര്യൻ മധ്യാഹ്നത്തിലെത്തുമ്പോൾ ദുഹറിന് തൊട്ട് മുമ്പുള്ള സമയം നിഷിദ്ധമാണ്, നമസ്കരിക്കാൻ പാടില്ല. മുത്തുലക്കൻ നമസ്കാരം പാടില്ല, നിരുപാധികമുള്ള നമസ്കാരം പാടില്ല. എന്നാൽ വെള്ളിയാഴ്ച ആ നിഷിദ്ധമില്ല. പള്ളിയിലേക്ക് എപ്പോഴാണോ വരുന്നത് മുതൽ ഇമാമ് വരുന്നത് വരെയും ഈ 2 റക്അത്തുകൾ നമസ്കരിച്ചു കൊണ്ടേയിരിക്കാം. ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു സുന്നത്തുകളിൽപ്പെട്ടതാണ്. വെള്ളിയാഴ്ച ദിവസം എത്രയും വേഗതയിൽ വരിക, വന്നാൽ ഇമാം വരുന്നത് വരെയും കഴിവിനനുസരിച്ച് നമസ്കരിച്ചു കൊണ്ടേയിരിക്കാം. ഇത് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു സുന്നത്താണ്. സുമ്മ അൻസത, എന്നിട്ട് ഇമാം ഖുത്ബ തുടങ്ങിയാൽ അവൻ ശ്രവിക്കുന്നു, അതിനെ നിശബ്ദം അതിന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഹത്താ യഫ്റുഗ മിൻ ഖുത്ബത്തി, ഖുത്ബ കഴിയുന്നത് വരെയും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസ്അല, ഇമാം ഖുത്ബ നടത്തുകയാണ്, ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്നു. എന്നാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് 2 റക്അത്ത് നമസ്കാരം ലഘുവായി നമസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം ഖുത്ബ ശ്രവിക്കുക എന്നുള്ള നിർബന്ധമായ ഒരു കാര്യമാണ്, ഇബാദത്താണ്. ആ സമയത്ത് മറ്റുള്ള പണികൾ പാടില്ല. പക്ഷേ 2 റക്അത്ത് നമസ്കാരം ലഘുവായി നിർവഹിക്കണം. ചില ആളുകൾ ഇമാമ് മിമ്പറിൽ കയറി മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ കയറി വന്നാൽ ബാങ്ക് തീരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും, 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബാങ്കിന് മറുപടി പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. പക്ഷേ ഖുത്ബ ശ്രവിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലഘുവായി 2 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് ഖുത്ബയെ ശ്രവിക്കുക, നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ ഖുത്ബ ശ്രവിക്കുകയും സുമ്മ യുസല്ലി മഅഹ്, ഇമാമിനോടുകൂടെ നമസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റ, 2 ജുമുഅകൾക്കിടയിലുള്ളതായ അവൻ്റെ പാപം അത് മുഖേന പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഫളുൽ സലാസ, മറ്റൊരു 3 ദിവസത്തെ കൂടി പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയ ശ്രേഷ്ഠതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ധാരാളം ശ്രേഷ്ഠതകൾ പല കാര്യങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ഇതുപോലുള്ളതായ എളുപ്പത്തിൽ അള്ളാഹുവിങ്കൽ നിന്ന് പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഇബാദാത്തുകളിൽ വലിയ ആവേശം കാണിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പഴയ കാലത്തുണ്ടായിരുന്നതുപോലെ ജുമുഅക്ക് വേണ്ടിയിട്ട് നേരത്തെ വരലും ആ വിഷയത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കലും പലപ്പോഴും കണ്ടുവരുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരു ഉണർത്തുക എന്നുള്ളതാണ് ഈ ഖുത്ബയുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത അലൈഹി ഷംസ് യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം യൗമുൽ ജുമുഅയാണ്. അതിൽ ഖൈറുകളുണ്ട്, അതിൽ ധാരാളം നന്മകളുണ്ട്. ആ ദിവസമാണ് അള്ളാഹുവിങ്കൽ ഒരാഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. എന്നിട്ട് പറഞ്ഞു, ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹ, അതേ ദിവസം തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാമിനെ പുറത്തു കൊണ്ടുപോയതും. വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. വെള്ളിയാഴ്ച ദിവസമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ഹദീസുകളിൽ കാണാം, മനുഷ്യരൊഴികെ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും പേടിച്ചരണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം, പ്രഭാതമാകുന്നത് വരെയും. ഇന്നാണോ ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ള പേടി കൊണ്ട് എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. മനുഷ്യരൊഴികെ എന്നാണ്, മനുഷ്യർ മാത്രമേ അലസരായി ജീവിക്കുന്നുള്ളൂ എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച വളരെ വേഗതയിൽ വരണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിഗ്തസല യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചു. ഗസ്ലൽ ജനാബ, നിർബന്ധമായ കുളി, അതല്ലെങ്കിൽ സുന്നത്തായ കുളി.
സുമ്മ റാഹ ഫിസ്സാഅത്തിൽ ഊല, എന്നിട്ട് ഒന്നാമത്തെ മണിക്കൂറിൽ അവൻ പള്ളിയിലേക്ക് വന്നു. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജുമുഅയുടെ ഖുത്ബ തുടങ്ങുന്നത് വരെയും ആ സമയത്തെ 5ആയി ഭാഗിക്കുകയും അതിൽ ഒന്നാമത്തെ ഭാഗം, അതാണ് ഒന്നാമത്തെ മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ ഫകഅന്നമാ ഖറബ ബദന, ഒരു ഒട്ടകത്തെ അറുത്ത് സ്വദഖ ചെയ്തതിനുള്ള പ്രതിഫലം അവനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഒട്ടകത്തെ അറവ് നടത്തുകയും അതിൻ്റെ മാംസം സ്വദഖ ചെയ്യുക എന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. അതിൻ്റെ പ്രതിഫലം അവനുമുണ്ട്. ഒരു ഒട്ടകത്തെ അറുത്ത് സ്വദഖ ചെയ്യുന്നവനെ പോലെയാണ് അവൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, രണ്ടാമത്തെ മണിക്കൂറിലാണ് അവൻ വന്നത് എങ്കിൽ ഫകഅന്നമാ ഖറബ ബഖറ, ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്തവന് തുല്യമാണ്. വമൻ റാഹ ഫിസ്സാഅത്തി സാലിസ, മൂന്നാമത്തെ മണിക്കൂറിലാണ് വന്നത് എങ്കിൽ ഫകഅന്നമാ ഖറബ കബ്ശൻ അഖറൻ, കൊമ്പുകളുള്ള ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്തവന് തുല്യമാണ്. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ, നാലാമത്തെ മണിക്കൂറിലാണ് വന്നത് എങ്കിൽ ഫകഅന്നമാ ഖറബ ദജാജ, ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ മണിക്കൂറിലാണ് വരുന്നത് എങ്കിൽ ഫകഅന്നമാ ഖറബ ബൈദ, ഒരു മുട്ട ദാനം ചെയ്തവനെ പോലെയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസാണ്. സ്വഹാബികൾ അതുകൊണ്ട് തന്നെ വലിയ ആവേശം കാണിക്കുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അവർ പള്ളിയിലേക്ക് വരാൻ വലിയ ധൃതി കാണിക്കുമായിരുന്നു. സലഫുകളുടെ ജീവിതത്തിൽ കാണാം. അതേപോലെ തന്നെ പല പല പണ്ഡിതന്മാരും മുൻകഴിഞ്ഞിരിക്കുന്ന ഉലമാക്കൾ അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ധാരാളം ആയാത്തുകൾ മനഃപ്പാടമാക്കിയത്, ഹദീസുകൾ മനഃപ്പാടമാക്കിയത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്നാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുന്നു, ആയാത്തുകൾ പഠിക്കുന്നു, നമസ്കരിക്കുന്നു, ഹദീസുകൾ പഠിക്കുന്നു. ഇങ്ങനെ ധാരാളം സമയം കിട്ടുന്ന ഒരു ദിവസമാണ്. ആ അവസരം അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരിക്കൽ അദ്ദേഹം വളരെ വേഗതയിൽ വളരെ പ്രഭാതത്തിൽ തന്നെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ദഖല ഇബ്നു മസ്ഊദിൻ ബുഖറതൻ, വളരെ പ്രഭാതത്തിൽ തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പ്രവേശിച്ചു. ഫറആ സലാസത നഫർ ഖദ് സബഖൂഹു ബിൽ ബുഖൂർ, എന്നാൽ 3 ആളുകൾ അദ്ദേഹത്തെ മുൻകടന്നിരിക്കുകയാണ്. അദ്ദേഹം പള്ളിയിൽ വരുമ്പോൾ മറ്റ് 3 ആളുകൾ പള്ളിയിലുണ്ട്. ഫഖ്തമ്മ ലിദാലിക്, അദ്ദേഹത്തിന് അതിയായ ദുഃഖമുണ്ടായെന്നാണ്, വല്ലാത്ത മനപ്രയാസമുണ്ടായി. അദ്ദേഹമാണ് പൊതുവെ ആദ്യമായിട്ട് പള്ളിയിലേക്ക് വരിക. 3 ആളുകൾ അദ്ദേഹത്തെ മുൻകടന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി. എന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു, റാബിഉ അർബഅ, 4 ആളുകളിൽ 4-മനായി പോയല്ലോ ഞാൻ എന്ന് അദ്ദേഹം വിഷമം കൊണ്ട് മനസ്സൂരിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. വമാ റാബിഉ അർബഅത്തിൻ ബിബഈദ്, 4-ൽ 4-മൻ അത്ര വിദൂരമല്ല എന്നും മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സലഫുകൾ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത കാട്ടിയിരുന്നു, ആവേശം കാട്ടിയിരുന്നു. ആദ്യ സമയങ്ങളിൽ തന്നെ പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പള്ളിയിൽ വന്നാൽ ഇബാദാത്തുകളിൽ മുഴുകുക, നമസ്കാരങ്ങൾ നിർവഹിക്കുക, ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുത്ബയിൽ ശ്രദ്ധിക്കുക. ഇമാം ഖുത്ബ പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പാടില്ലാത്തതാണ്. പള്ളിയിലുള്ള ഏതെങ്കിലും മണലുകളിൽ തൊടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ മണലുകളിലോ മറ്റുള്ള വസ്തുക്കളിലോ തൊട്ടാൽ ഫഖദ് ലഗ, അവൻ ലഘുവ് കാണിച്ചിരിക്കുന്നു. ഒരാൾ പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഖുത്ബ നിർവഹിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊരാൾ പറഞ്ഞു അവനോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ലഘുവ് കാണിച്ചിരിക്കുന്നു. അത് തന്നെ പാടില്ലാത്തതാണ്. അവൻ ചെയ്ത പ്രവൃത്തി ഒരു നല്ല കാര്യമാണ്, നന്മ കൽപ്പിക്കലാണ്, തിന്മ തടയലാണ്. എന്നിട്ട് പോലും ഖുത്ബ നിർവഹിക്കുന്നതിനിടയിൽ സംസാരിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ള കാരണത്താൽ അത് ലഘുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, അങ്ങനെ ലഘുവ് ചെയ്തയാളെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ പൂർണ്ണമായ പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഗസല റഅസഹു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ അവൻ്റെ തല കഴുകി, വഗ്തസല, എന്നിട്ട് കുളിച്ചു, സുമ്മ ബക്കറ വബ്തകറ, എന്നിട്ട് വളരെ പ്രഭാതത്തിൽ തന്നെ പള്ളിയിലേക്ക് വന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചു, വമശ, നടന്നു വന്നു. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നടന്നു വരുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയാണ്. വലം യർകുബ്, വാഹനം ഉപയോഗിക്കാതെ നടന്നു വന്നു. വദനാ മിനൽ ഇമാം, എന്നിട്ട് ഇമാമിന്റെ അടുക്കലേക്ക് കയറിയിരുന്നു. പള്ളിയിൽ പ്രവേശിച്ചാലുള്ള മര്യാദയാണ്.
ഒന്നാമത്തെ സഫിലേക്ക് ഇരിക്കുക, അത് പൂർണ്ണമായാൽ അടുത്ത സഫ് പൂർത്തിയാക്കുക. ഇങ്ങനെ ഇമാമിൻ്റെ അടുക്കലേക്ക് കയറിയിരുന്നു. ഫസ്തമഅ, എന്നിട്ട് ഖുത്ബ ശ്രവിച്ചു. വലം യൽഗു, ലഗ്വുകളൊന്നും ചെയ്തില്ല, അനാവശ്യ സംസാരങ്ങളിൽ മുഴുകിയില്ല, മറ്റുള്ള കളികളിൽ മുഴുകിയില്ല. അങ്ങനെ ചെയ്താൽ കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ, അവൻ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകളും, പള്ളിയിലേക്ക് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അജ്റു സനത്തിൻ, ഒരു വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഓരോ സ്റ്റെപ്പുകൾക്കും. അതായത് സിയാമുഹ വ ഖിയാമുഹ, ഒരു വർഷം മുഴുവനും അതിൻ്റെ രാത്രികളിൽ നിന്ന് നമസ്കരിച്ചതിൻ്റെ, പകലുകളിൽ നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയ പ്രതിഫലമാണ്, വലിയ ശ്രേഷ്ഠതയാണ് വെള്ളിയാഴ്ച ദിവസത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായാൽ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായിക, പള്ളിയുടെ ഓരോ വാതിലുകളിലും മലായിക്കത്തുണ്ടാകും. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന കവാടങ്ങളിൽ ഓരോ കവാടങ്ങളിലും മലായിക്കത്തുണ്ടാകും. മഅഹുമുസ് സുഹുഫ്, അവരുടെ അടുക്കൽ ചില ഏടുകൾ ഉണ്ടാകും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേരുകൾ അതിൽ രേഖപ്പെടുത്തും. അതിനുശേഷം രണ്ടാമത് പ്രവേശിക്കുന്നവരുടെ പേരുകൾ അതിൽ രേഖപ്പെടുത്തും. ഫഇദാ ജലസൽ ഇമാം, അങ്ങനെ ഇമാം മിമ്പറിൽ കയറി ഇരുന്നാൽ തവൗ അസ്സുഹുഫ്, അവരുടെ ഏടുകൾ മടക്കി വയ്ക്കും. വജാഉ യസ്തമിഊന ദിക്ർ, എന്നിട്ട് അവർ ഖുത്ബ ശ്രവിക്കാൻ, ദിക്റുകൾ ശ്രവിക്കാൻ വേണ്ടിയിട്ട് അവർ പള്ളിയിൽ വന്നിരിക്കും. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രേഷ്ഠതയാണ്. പള്ളിയിൽ വന്നാൽ ആദ്യം വരിക, പള്ളിയിലേക്ക് ആദ്യം പ്രവേശിക്കുക, അവരുടെ പേരുകൾ രേഖപ്പെടുത്തും. വളരെ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങളുണ്ട് അവിടെ. ഒന്ന്, അള്ളാഹുവിൻ്റെ ദിക്റാണ് ഖുത്ബ എന്നുള്ളത്, ദിക്ർ പറയലാണ്, സ്മരിക്കലാണ്. ഖതീബുമാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, മിമ്പറിൽ കയറിയിട്ട് തോന്നിവാസങ്ങൾ പറയലല്ല. പല പല കാര്യങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന ഒരു ഉപകാരവുമില്ലാത്ത പല പല കാര്യങ്ങളും തോന്നുന്നത് പോലെ പറയുന്നവരുണ്ട്. ഇത് ശർഈയായി ശരിയായ നിലപാടല്ല. അള്ളാഹുവിന് ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക, ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. കാരണം മലായിക്കത്ത് ശ്രവിക്കുന്നതായ സംസാരമാണ് ഖുത്ബ, ഖതീബുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മലായിക്കത്ത് ശ്രവിക്കുന്ന സംസാരമാണ് ദിക്റുല്ലാഹ്, ഖുത്ബകൾ. അതുകൊണ്ട് അത് ശരിയായി ശ്രവിക്കുക എന്നുള്ളതും കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം അതും അവരുടെ ബാധ്യതയാണ്. ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ ശ്രേഷ്ഠതകൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രേഷ്ഠതകളെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാകാൻ, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ലഭിക്കാൻ അവർക്ക് ലഭിക്കുന്ന വലിയ ഒരു അവസരമാണ് വെള്ളിയാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ എൻ്റെ മേലുള്ള സ്വലാത്തിനെ അധികരിപ്പിച്ചു കൊള്ളുക. എൻ്റെ പേരിലുള്ള സ്വലാത്തിനെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിച്ചുകൊള്ളു. എല്ലാ ദിവസവും സ്വലാത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘടനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കിയ സ്വലാത്തുകളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിൽ വന്നിരിക്കുന്ന സ്വലാത്തുകളുണ്ട്. ഈ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക വെള്ളിയാഴ്ച ദിവസം. ഫഇന്ന സ്വലാത്ത ഉമ്മത്തി തുഅറദു അലയ്യ ഫീ കുല്ലി യൗമി ജുമുഅ, ഓരോ ജുമുഅ ദിവസങ്ങളിലും എൻ്റെ ഉമ്മത്ത് ചൊല്ലുന്ന സ്വലാത്തുകൾ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാത്തൻ, ആരാണോ ആ ദിവസത്തിൽ ഏറ്റവും അധികം സ്വലാത്തുകൾ ചൊല്ലുന്നത്, കാന അഖറബുഹും മിന്നി മൻസില, അവരായിരിക്കും എന്നോട് സ്ഥാനത്താൽ ഏറ്റവും അടുത്തവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പല ആളുകളും സ്വലാത്തിനെ കച്ചവടമാക്കിയപ്പോൾ
അവരുടെ സാമ്പത്തിക നേട്ടത്തിനും പല പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചപ്പോൾ സ്വലാത്ത് തന്നെ സമൂഹത്തിൽ അത് വെറുക്കപ്പെട്ടതുപോലെ ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ വലിയ ഇബാദത്താണ്. രണ്ട് ഹുക്കുമുകളുണ്ട് അതിന്. ഒന്ന്, ഐച്ഛികമായി നിരന്തരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് സുന്നത്തായ ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവൻ ഞാനാകണം എന്നുള്ളൊരു മാത്സര്യ ബുദ്ധി ഉണ്ടാകട്ടെ. എത്ര സുന്ദരമാണ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. ഇത് നിർബന്ധമായ കാര്യമാണ്, സുന്നത്തല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് പറയൽ നിർബന്ധമാണ്. കാരണം എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിശുക്കൻ എന്ന് പറഞ്ഞാൽ ആരാണ് പിശുക്കൻ? പിശുക്കൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളെ തൊട്ട് സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവനാണ്. ഐച്ഛികമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാത്തവനല്ല. ഒരാൾ പിശുക്കൻ എന്ന് പറയണമെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നു, അവനാണ് പിശുക്കൻ. അതേപോലെ തന്നെ നിർബന്ധമാണ് സ്വലാത്ത്. പേര് പറയപ്പെട്ടാൽ സ്വലാത്ത് പറയൽ നിർബന്ധമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. യൗമുൽ ജുമുഅയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൽ ജുമുഅത്തി 12 സഅ, 12 മണിക്കൂറുകൾ അതിലുണ്ട്. ലാ യൂജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജല്ല ഷൈഅൻ, ഒരു മുസ്ലിമും തന്നെയില്ല ആ സമയത്ത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നു. ഇല്ലാ ആതാഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല അവന്റെ ആവശ്യം അവന് കൊടുത്തിട്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് 12 മണിക്കൂറുകളിൽ ഒരു സമയമുണ്ട്. ആ ഒരു സമയമാണ് പറയുന്നത്. ആ സമയത്ത് എന്താണോ ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതിനുത്തരം നൽകുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസുഹാ ആഖിറ സഅത്തിൻ ബഅദൽ അസ്ർ, അസ്റിന് ശേഷം ഒടുവിലുള്ളതായ, മഗ്രിബിനോടടുത്ത ഒടുവിലുള്ളതായ സമയത്തെ നിങ്ങൾ ആ സമയമായിട്ട് നിങ്ങൾ പരിഗണിച്ചു കൊള്ളുക, തേടിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സലഫുകൾ ധാരാളം വെള്ളിയാഴ്ച അസ്റിന് ശേഷം അവർ കളിയിൽ ഏർപ്പെടുകയില്ല, മറ്റുള്ള പണികളിൽ ഏർപ്പെടുകയില്ല. അള്ളാഹുവിനെ സ്മരിക്കാൻ, ദിക്ർ ചെയ്യാൻ, ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ അവരൊഴിഞ്ഞിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ഏതൊരു ഇബാദത്തും അങ്ങനെയാണ്. ഏതൊരു ഇബാദത്തിൻ്റെയും ഒടുവിലുള്ള സമയം വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. നമസ്കാരത്തിൻ്റെ ഒടുവിൽ വളരെ ശ്രേഷ്ഠമാണ്. തശഹൂദിന് ശേഷം, നബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞതിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പുള്ളതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. നോമ്പെടുക്കുന്ന ഒരാൾ അവസാനത്തെ സമയം വളരെയധികം ശ്രേഷ്ഠമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഇബാദാത്തുകൾ ഏതും എടുത്ത് നോക്കിയാൽ അങ്ങനെ കാണാൻ സാധിക്കും. അറഫയുടെ അവസാനത്തെ സമയം വളരെ ശ്രേഷ്ഠമായ സമയമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയും ഒടുവിലുള്ള സമയം ആ സമയമായി പരിഗണിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആവശ്യങ്ങളുണ്ട് ഓരോ മുഅ്മിനീങ്ങൾക്കും. അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട്, അയൽവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അവനോട് ദുആ ചെയ്യുക. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുക. നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ഏവർക്കു വേണ്ടി നാം ദുആ ചെയ്യുക. നാം മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളും സാധൂകരിച്ച് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ചില ആളുകൾ അശ്രദ്ധരാകരുണ്ട്. ചിലപ്പോൾ ജുമുഅക്ക് പങ്കെടുത്താൽ തന്നെ ശ്രദ്ധയുണ്ടാവുകയില്ല. എല്ലാവരും പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന ഒരു തോന്നലാണ് ചില ആളുകൾക്കുള്ളത്. പ്രത്യേകിച്ചും കൊറോണ സംഭവിച്ചതിന് ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. നിരന്തരം പള്ളിയിൽ പോയി കൊണ്ടിരുന്നവർ വരെയും അതിൻ്റെ പിന്നാലെ വെള്ളിയാഴ്ചത്തെ ഗൗരവം പോലും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ചില ആളുകൾ പള്ളിയിൽ വന്നാൽ ശ്രദ്ധിക്കുകയില്ല, അതിൻ്റെ ഗൗരവം കൊടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസ്, ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഒരാളോട് പള്ളിയിൽ ജനങ്ങൾക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ ഒരാളോട് കൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചു. ثم أحرك على رجال يتخلفون عن الجمعة بيوتهم, എന്നിട്ട് അവർ നമസ്കാരം നടക്കെ പള്ളിയിൽ വരാതെ വീട്ടിലിരിക്കുന്ന ആളുകളെ
അവരുടെ വീടുകൾ അടക്കം കത്തിച്ചു കളയാൻ. ജുമുഅക്ക് പള്ളിയിൽ വരാതെ വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ അവരുടെ വീടുകൾ അടക്കം കത്തിച്ചു കളയാൻ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീടുകൾ നശിക്കാനുള്ള കാരണമാണ്. പള്ളിയിൽ ജമാഅത്തുകൾ നടക്കുന്നു, പക്ഷേ പുരുഷന്മാർ പള്ളിയിൽ പോകുന്നില്ല. വീടിൻ്റെ നാശമാണത്. വീടുകളിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമാണ്. അവർ പള്ളിയിൽ വന്ന് നമസ്കരിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. അതല്ല എങ്കിൽ അവരുടെ വീടുകളടക്കം അവരെ കത്തിച്ചു കളയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമുഅ ഉപേക്ഷിക്കുന്ന ആളുകൾ അതവർ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ ചെയ്തു കളയും. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് അവർ ഗഫലത്തുള്ള ആളുകളായി മാറും, ഒരു അശ്രദ്ധരായ ആളുകളായി മാറും, യാതൊരു ശ്രദ്ധയുമില്ലാത്ത അശ്രദ്ധാലുക്കളായ ആളുകളായി അവർ മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജുമുഅയുടെ ശ്രേഷ്ഠത വേറെയും കാണാൻ ധാരാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.